بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. قال شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب ما جاء في حماية المصطفى صلى الله عليه وسلم جناب التوحيد وسده كل طريق يوصل إلى الشرك. باب ما جاء في حماية المصطفى صلى الله عليه وسلم جناب التوحيد وسده كل طريق يوصل إلى الشرك. المصطفى معنى المختار. المصطفى معناه المختار, തെരഞ്ഞെടുക്കപ്പെട്ടവനെന്നാണ് മുസ്തഫ എന്ന് പറഞ്ഞാൽ അർത്ഥം. المختار المصطفى معناه المختار. الله يصطفي من الملائكة ورسلا الله يصطفي من الملائكة رسلا ومن الناس. അല്ലാഹു തആല മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും റസൂലുമാരെ തിരഞ്ഞെടുക്കുന്നു. യസ്തഫി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, യഖ്താർ. അൽ മുസ്തഫ അൽ മുഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നർത്ഥം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും വസദ്ദിഹി കുല്ല ത്വരീഖിൻ യൂസിലു ഇല ശിർക്ക്, ശിർക്കിലേക്ക് എത്തുന്ന എല്ലാ വഴികളെയും അടക്കുക എന്നതിൻ്റെയും കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ബാബാണ്. ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ ജനാബ് തൗഹീദ്. ജനാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം ജാനിബ്. അൽ ജനാബ് ഹുവൽ ജാനിബ്, ഫൽ ജനാബ് വൽ ജാനിബ് ബിമഅന വാഹിദ്. ഇപ്പോൾ തൗഹീദിനെ സംരക്ഷിക്കാനും ശിർക്കിലേക്ക് എത്തുന്ന വഴികൾ അടക്കാനും എല്ലാ ത്വരീഖുകളും ആ ത്വരീഖുകൾ അടക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായം. قال حمايته صلى الله عليه وسلم حدود التوحيد من أن يدخل عليه الشرك بسبب وسائل الشرك والتساهل فيها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ അതിർത്തികളെ സംരക്ഷിച്ചു. തൗഹീദിന്റെ അതിർത്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു. എങ്ങനെ? മിൻ അൻ യദ്ഖുല അലൈഹി ശിർക്ക്, ആ തൗഹീദിലേക്ക് ശിർക്ക് പ്രവേശിക്കാതിരിക്കാൻ തൗഹീദിന്റെ അതിർത്തികളെ സംരക്ഷിച്ചു. ആ ശിർക്ക് എങ്ങനെയെല്ലാം സംഭവിക്കാം? ബിസബ വസായിലി ശിർക്ക്, ശിർക്കിലേക്ക് എത്തുന്ന വസീലകളെ കൊണ്ടും മാർഗങ്ങളെ കൊണ്ടും, വതസാഹുലു ഫീഹ, ആ കാര്യത്തിൽ തൗഹീദിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള അലംഭാവം കൊണ്ടും, തൗഹീദിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ തൗഹീദിലേക്ക് ശിർക്ക് പ്രവേശിക്കാം. അപ്പൊ തൗഹീദിന്റെ അതിർത്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചത് എങ്ങനെയാണ്? വഖൗലുല്ലാഹി തആല ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഈ ആയത്തിൽ. ലഖദ് ജാഅക്കും റസൂലുൻ, തീർച്ചയായും നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നിട്ടുണ്ട്. മിൻ അൻഫുസിക്കും, മിൻ അൻഫുസിക്കും ഐ മിൻ ബനി ആദം, മിൻ ജിൻസിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട, അത് മനുഷ്യവർഗത്തിൽപ്പെട്ട, മിൻ അൻഫുസിക്കും മിൻ ബനി ആദം. മിൻ അൻഫുസിക്കും ഐ മിൻ ബനി ആദം. ചില മുഫസ്സിരിങ്ങൾ അതിനെ മിനൽ അറബ് എന്നും തഫ്സീർ ചെയ്തിട്ടുണ്ട്. അറബികളിൽ നിന്ന് തന്നെയുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജനങ്ങളിലേക്കും മൊത്തമായി കൊണ്ടയക്കപ്പെട്ട റസൂലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിലേക്കും ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും സഹീഹായിട്ടുള്ളത് മിൻ ബനി ആദം ഐ മിനൽ ഇൻസാൻ എന്നുള്ള പ്രയോഗമാണ്.
എന്നുള്ള അർത്ഥമാണ് അവിടെ കൂടുതലും സഹീഹായത്. അറബികളിലേക്ക് മാത്രമായി കൊണ്ടയക്കപ്പെട്ട റസൂലല്ല, നേരെ മറിച്ച് അറബികളിലേക്കും അജമികളിലേക്കും മൊത്തത്തിലായി കൊണ്ടയക്കപ്പെട്ട റസൂലാണ്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم عزيز عليه ما عنتم. അപ്പം നിങ്ങൾ പ്രയാസപ്പെടുന്ന കാര്യത്തിൽ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് സഹിക്കാൻ കഴിയാത്തവനായിട്ടുള്ള റസൂൽ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഹിർസുള്ളവൻ, താല്പര്യമുള്ളവൻ, ഉത്സാഹമുള്ളവൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് റഊഫും റഹീമുമായിട്ടുള്ള റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ്. അദ്ദേഹം മനുഷ്യരിൽ നിന്നുള്ള റസൂലാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള മുഅ്മിനീങ്ങളോട് റഊഫും റഹീമുമായ, അങ്ങേയറ്റം കാരുണ്യമുള്ള റസൂലാണ് അദ്ദേഹം. والمصطفى هو من أسماء النبي صلى الله عليه وسلم. المصطفى എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽപ്പെട്ടതാണ്. المصطفى ثبت في ذلك حديث عوف بن مالك عند الإمام أحمد. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ധരിച്ചിട്ടുള്ള ഹദീസ്. അന്നൽ മുസ്തഫ മിൻ അസ്മാഇ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുകൾപ്പെട്ട ഒന്നാണ് അൽ മുസ്തഫ. അപ്പൊ ഈ ആയത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞ ബാബുമായിട്ടുള്ള ദലീൽ എന്താണ്? ഈ ബാബിന്റെ കാര്യത്തിൽ ഈ ഹദീസ്, ഈ ആയത്ത് എങ്ങനെയാണ് തെളിവാകുന്നത്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹരീസുൻ അലൻ നാസ് വഅസീസുൻ അലൈഹി മാ യശഖു അലൈനാ. ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ്. അതേപോലെ നമുക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസപ്പെടും. നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടാകുന്നതിന് റസൂലിനും പ്രയാസമുണ്ടാക്കും. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിക്കുന്നവനാണ്. വഅദമുമാ യശഖു അലന്നാസ്, ജനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഏത് കാര്യത്തിലാണ് അവർ കഷ്ടപ്പെടുക? ജനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഏറ്റവും ഗുരുതരമായ രീതിയിൽ അവർ കഷ്ടപ്പെടുന്ന ഏത് കാര്യത്തിലായിരിക്കും? ശിർക്കിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കഷ്ടപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല, നേരെ മറിച്ച് അത് റസൂലിനും പ്രയാസമുണ്ടാക്കും. അപ്പൊ മനുഷ്യർക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യം അല്ലാഹു തആലയുള്ള ശിർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രയാസമുണ്ടാക്കും. വഅദമുമാ യശഖു അലന്നാസ് അശ്ശിർക്കു ബില്ലാഹ്. അതാണ് ഈ ആയത്തിലുള്ള ഈ ഭാവവുമായി ബന്ധപ്പെട്ടതിന് മുനാസബ അല്ലെങ്കിൽ ദലീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള റസൂലാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന റസൂലിനും പ്രയാസമുണ്ടാക്കുന്നു. നമ്മൾ പ്രയാസപ്പെടുന്ന റസൂലിന് പ്രയാസമുണ്ടാക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കാര്യം അല്ലാഹു തആല ശിർക്കിന്റെ കാര്യത്തിലായിരിക്കും. അപ്പൊ അത് റസൂലിനും പ്രയാസമാണ്. قال رحمه الله عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تجعلوا بيوتكم قبورا لا تجعلوا بيوتكم قبورا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ
ഖബറുകളാക്കരുത്. വലാ തജ്അലൂ ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ സ്ഥലമാക്കരുത്. വസല്ലു അലയ്യ, എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗ്നി ഹൈസു കുൻതും, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും എനിക്ക് എത്തിച്ചേരുന്നതാണ്. റവാഹു അബൂ ദാവൂദ് ബിഇസ്നാദിൻ ഹസൻ വറുവാതുഹു സിഖാത്ത്. طيب لا تجعلوا بيوتكم قبورا, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. لا تجعلوا بيوتكم قبورا, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് لا تجعلوا بيوتكم قبورا. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെ തഫ്സീർ ചെയ്തിട്ടുള്ളത് لا تعطلوها من الصلاة فيها والدعاء والقراءة فتكون بمنزلة القبور. അതായത് വീടുകളിൽ നമസ്കാരമില്ലാത്ത, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത, ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകളാക്കരുത്. കാരണം ഖബറുകളിൽ ഈ പറഞ്ഞതൊന്നും സാധിക്കുന്നതിൽ പാടില്ല. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ വീടും ഖബറിന് സമാനമായി തീരും. നമസ്കാരം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളാണ് അവർക്ക് അഫ്ളലായിട്ടുള്ളത്. വീടുകൾ വെച്ച് നമസ്കരിക്കുക. അതേപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ വീടുകൾ വെച്ച് ചെയ്യലാണ് പുരുഷന്മാർക്കാണെങ്കിൽ അഫ്ളലും. അതുപോലെ അള്ളാഹു തആലയോട് ദുആ ചെയ്യുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊന്നുമില്ലാത്ത വീടുകളായി തീരരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായി തീരും? ഖബറിന് സമാനമായി തീരും. കാരണം ഖബറിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. ലാ തജ്അലൂ ബുയൂതക്കും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. വലാ തജ്അലൂ ഖബ്രി ഈദൻ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ സ്ഥലമാക്കരുത്. അതായത് വർഷത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസം, അതിനാണ് ഈദിന്റെ ദിവസം എന്ന് പറയാം. എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന, ആവർത്തിച്ച് വരുന്നതിനാണ് ഈദ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാക്കരുത്. എല്ലാ വർഷവും ജനങ്ങൾ ഒത്തുകൂടുന്നൊരു സ്ഥലമാക്കി മാറ്റരുത് എന്റെ ഖബറിനെ. വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അങ്ങനത്തെ ഒരു സ്ഥലമാക്കി മാറ്റരുത്. ജാഹിലിയത്തിലുള്ള ആളുകൾ ചെയ്തിരുന്ന പോലെ. അതേപോലെ തന്നെ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ടും നിങ്ങൾ അങ്ങനെ കേന്ദ്രമാക്കി മാറ്റരുത്. എല്ലാ വർഷത്തിലും അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരും ഖബറിന് ചുറ്റും ഒരുമിച്ച് കൂടുക. ആ തരത്തിലേക്ക് അതിനെ മാറ്റരുത്. അല്ലാ യജൽ ഖബ്രി കൽ ഈദ് അലാ തുഷദ്ദു റിഹാൽ ഇലാ ഖബ്രി, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഖബറിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത്, അതിനെ സിയാറത്ത് ചെയ്യരുത് ഉദ്ദേശത്തോടു കൂടി. അപ്പൊ ആദ്യം പറഞ്ഞ ഖബറിനെ വീടുകളാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് സംഭവിക്കും. ഒന്ന്, നമസ്കാരം ഉപേക്ഷിക്കുക. വീടുകളിൽ നിന്ന് നമസ്കാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അതേപോലെ അള്ളാഹുവിനോട് ദുആ ഉപേക്ഷിക്കുക. അള്ളാഹു തആലയെ തൊട്ട് ദിക്ർ ചെയ്യുന്നതിന് ഉപേക്ഷിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഉപേക്ഷിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീട് ഖബറിന് സമാനമാവും. അതേപോലെ തന്നെ വീടുകളിൽ മരണപ്പെട്ടവരെ ഖബറടക്കുക. വീടുകളിൽ മരണപ്പെട്ടവരെ വീടുകളിൽ ഖബറടക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട് ഖബറായിത്തീരും. وصلوا علي فإن صلاتكم تبلغني حيث كنتم, എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും എനിക്ക് എത്തിച്ചേരുന്നതാണ്, എന്റെ ഖബറിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പൊ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ സംരക്ഷിക്കുകയാണ്.
തൗഹീദിലേക്ക് ശിർക്ക് പ്രവേശിക്കുന്ന തൊട്ട് തടയുകയാണ് ഈ ഹദീസിലൂടെ. അഷാഹിദ് മിൻ ഹാദൽ ഹദീസ് അലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദ്ദ തുറുഖുശ് ശിർക്ക് വഹമാ ജനാബത്ത് തൗഹീദ് മിനശ് ശിർക്ക് ബില്ലാഹ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തിച്ചേരുന്നതാണ്. ഐ ലാ തഖ്സുദു ഖബ്രി മിൻ അജ്ലി സ്വലാ അലാ ഗായതി മാ ഫീ സിയാറത്തി ഖബ്ർ. എന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടതില്ല. എന്തിനു വേണ്ടി? എന്റെ മേലെ സ്വലാത്ത് ചെല്ലാൻ. എന്റെ മേലെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി എന്റെ ഖബറിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ സിയാറത്ത് നിങ്ങൾ ചെയ്യേണ്ടതില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെന്തിലേക്ക് എത്തിപ്പെടാം? ശിർക്കിലേക്ക് എത്തിപ്പെടാം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുകയും എന്നിട്ട് റസൂലിന്റെ അടുക്കൽ വേവലാദികൾ പറയുകയും പരാതി പറയുകയും ചെയ്താൽ അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. അങ്ങനെ ശിർക്കിലേക്ക് എത്തിപ്പെടാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിലേക്ക് എത്തി സാധ്യതയുള്ള എല്ലാ ബാബുകളും അടക്കുകയാണ്. ലാ തഖ്സുദു ഖബ്രി മിൻ അജ്ലി സ്വലാ അലയ്യ ഗായത്ത് മാ ഫി സിയാറത്ത് ഖബ്രി അസ്സലാമു അലയ്യ സല്ലിമു അലയ്യ വസല്ലു അലയ്യ ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും എന്റെ മേലെ നിങ്ങൾ സലാം ചൊല്ലുക, എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫദാലിക യബ്ലുഗുനി, തീർച്ചയായും അത് എനിക്ക് എത്തിച്ചേരുന്നതാണ്. قال رحمه الله وعن علي بن الحسين أنه رأى رجلا يجيء إلى فرجة كانت عند قبر النبي صلى الله عليه وسلم. അലി ബിൻ ഹുസൈൻ അദ്ദേഹം പറയുന്നു, അദ്ദേഹം പ്രകാരം കണ്ടു. റഅ റജുലൻ യജീഉ ഇലാ ഫുർജ കാനത് ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ വടവ്, ആ വടവിലൂടെ ഒരു മനുഷ്യൻ വരുന്നത് അദ്ദേഹം കണ്ടു. അലി ബിൻ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്, അലി ബിൻ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ, എന്നിട്ട് ആ വടവിലൂടെ പ്രവേശിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു. ഫനഹാഹു, അദ്ദേഹത്തെ വിരോധിച്ചു ആ കാര്യത്തെ തൊട്ട്. വഖാല അലാ ഉഹദ്ദിഥുകും ഹദീസൻ സമിഅ്തുഹു മിൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ഹദീസ് അറിയിച്ചു തരാം, പറഞ്ഞു തരാം. ആ ഹദീസ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ പിതാവിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? അൽ ഹുസൈൻ ഇബ്നു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് അൻ ജദ്ദി, പിന്നെ അദ്ദേഹം എന്റെ വല്ലിപ്പയിൽ നിന്ന് കേട്ടു. വല്ലിപ്പ എന്ന് പറഞ്ഞാൽ ആരാ? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി താലിബ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല ലാ തത്തഖിദു ഖബ്രി ഈദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ സ്ഥലമാക്കരുത്. വലാ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന തസ്ലീമകും യബ്ലുഗുനി ഐന കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ തസ്ലീം, നിങ്ങളുടെ സലാം എനിക്ക് എത്തിച്ചേരുന്നതാണ്. റവാഹു ഫിൽ മുഖ്താറ, അൽ മുഖ്താറ ലിൽ മഖ്ദിസി, അദ്ദയാ അൽ മഖ്ദിസി, അദ്ദേഹത്തിന്റെ കിതാബാണ് അൽ മുഖ്താറ. തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകളുടെ സമാഹാരമാണത്, അൽ മുഖ്താറ എന്ന് പറയുന്ന കിതാബ്. ദയാഉദ്ദീൻ അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ കിതാബാണ്. അപ്പൊ ഹദീസിന് ധാരാളം സ്വഹീഹായ ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ലാ തത്തഖിദു ഖബ്രി ഈദാ വലാ ബുയൂതകും ഖുബൂറ, നിങ്ങൾ എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ കേന്ദ്രമാക്കരുത്, നിങ്ങളുടെ വീടുകളെ ഖബറുകളുമാക്കരുത്. വസല്ലു അലയ്യ ഫഇന്ന തസ്ലീമകും യബ്ലുഗുനി ഐന കുൻതും, നിങ്ങൾ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാം എന്റെ അടുക്കൽ എത്തിച്ചേരുന്നതാണ്.
وهذا لأن الناس يعلمون فضل الصلاة على النبي صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. ജനങ്ങൾക്കതറിയാം. ഫദല്ല അല സ്വലാ അലൈഹി ഐനമാ കാൻ അൽ അബ്ദ്. ഇപ്പോൾ ഒരു അടിമ എവിടെയാണോ, അള്ളാഹുവിൻ്റെ ഒരു അടിമ എവിടെയാണോ, ഏത് സ്ഥലത്താണോ, ഏത് നാട്ടിലാണോ, ആ നാട്ടിൽ വെച്ച് അവനത് ചൊല്ലട്ടെ, എന്താണ് സ്വലാത്ത് ചൊല്ലട്ടെ, അല്ലെങ്കിൽ സലാം പറയട്ടെ. നേരെ മറിച്ച് അതിനുവേണ്ടി എൻ്റെ ഖബറിന്റെ സമീപത്തേക്ക് വരേണ്ടതില്ല, എൻ്റെ ഖബറിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് നിങ്ങൾ എവിടെ നിന്ന് സലാം പറഞ്ഞാലും സ്വലാത്ത് ചൊല്ലിയാലും അതിൻ്റെ ഖബറിലേക്ക് അത് എത്തിച്ചേരുന്നതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിലേക്കുള്ള എല്ലാ ബാബുകളും അടക്കുകയാണ്. ഫലോ അന്ന ഇൻസാനൻ സാറൽ മസ്ജിദ് അൻ-നബവി വലം യസുർ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ യഅസം. ചോദ്യം: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് മസ്ജിദ് സിയാറത്ത് ചെയ്തൊരു വ്യക്തി, മസ്ജിദുൻ നബവി, മദീനയിലെ മസ്ജിദുൻ നബവി ഒരാൾ സിയാറത്ത് ചെയ്തു, പക്ഷേ റസൂലിന്റെ ഖബറിനെ സന്ദർശിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കുറ്റക്കാരനാണോ? ലാ യഅസം, അദ്ദേഹത്തിന് മേലെ തെറ്റില്ല, കുറ്റമില്ല. കാരണം ഖബർ സിയാറത്ത് ചെയ്യാന്നുള്ളത് എന്തല്ല, വാജിബല്ല. വഅമ്മാ ഹദീസ് النبي صلى الله عليه وسلم قال من حج ولم يزرني قد جفاني. പ്രകാരം ഒരു ഹദീസുണ്ട്. ആര് ഹജ്ജ് ചെയ്തു എന്നിട്ട് എന്റെ ഖബറിനെ സിയാറത്ത് ചെയ്തില്ലയോ തീർച്ചയായും അവൻ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു. വഹാദ ഹദീസുൻ മൗദൂ, കെട്ടിച്ചമച്ച ഹദീസാണ്. വദഅഹു അസ്സൂഫിയ്യ, സൂഫികള് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഹദീസാണത്. മൻ ഹജ്ജൽ ബൈത വലം യസുർനി ഖദ് ജഫാനി. കഅബ ഹജ്ജ് ചെയ്യുകയും എന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതിരിക്കുകയും എന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ എന്നെ ഉപേക്ഷിച്ചു, ഒഴിവാക്കി. അപ്പോൾ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ സന്ദർശിക്കട്ടെ. നേരെ മറിച്ച് അവനത് ഉപേക്ഷിച്ചാൽ അവന്റെ മേലെ കുറ്റമില്ല, കാരണം അത് വാജിബല്ല. ഇനി അവൻ സന്ദർശിക്കുകയാണെങ്കിൽ ഹാദാ മഅ്ജൂറുൻ അലൈഹി വ മുസ്തഹബ്ബുൻ, അത് മുസ്തഹബ്ബാണ്, അവന് പ്രതിഫലം ലഭിക്കും. വലൈസ ബിവാജിബ്, ലൈസ ബിവാജിബ് സിയാറത്തി ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ എന്തല്ല, വാജിബല്ല. ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. വലാ തജഅലു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ കേന്ദ്രമാക്കരുത്. മൂന്നാമത്തേത് വസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി ഹൈസു കുൻതും, നിങ്ങൾ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കൽ എത്തിച്ചേരുന്നതാണ്. إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد